ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കി മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബോട്ടിങ്ങിനാണ്. അങ്ങനെ നമ്മൾ സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ അവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അവിടെ കുറേ ആളുകൾ നിൽക്കുന്ന കാണാതെ അവിടെയാണ് ടിക്കറ്റ് എടുക്കാനത്. അപ്പോൾ നമ്മളവിടെ പോയി ടിക്കറ്റ് എടുത്തു. അവിടെ കുറേ ആക്ടിവിറ്റീസ് വേറെ ഉണ്ട് കേട്ടോ, ബോട്ടിങ് മാത്രമല്ല. അപ്പോൾ ബോട്ടിങ്ങിന് അവിടെ ചാർജ് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അവിടെ ബോട്ടിങ് നടത്തുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ കണ്ടോ, ആ സൈഡിൽ ചെറിയൊരു പാർക്കൊക്കെ പോലെയുണ്ട്. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണത്. നമ്മളിപ്പോഴേ ബോട്ടിങ്ങിന് പോവാണ് കേട്ടോ ഗൈസ്. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങളിവിടെ അരമണിക്കൂർ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ബോട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ബോട്ട് വരാൻ, ബോട്ടിൽ കയറാൻ ഇഷ്ടണ്ടാ? പേടിയുണ്ടാ? ഉറപ്പാ? അപ്പോൾ ബോട്ടിങ് നടത്തുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണത്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഡാമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ നടന്നു പോയി. ബോട്ടിങ്ങിന് സമയമുണ്ടല്ലോ, അരമണിക്കൂർ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ടൈമിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി ആ ഭാഗത്തൊക്കെ നടന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കാണുകയാണ്. ഭയങ്കര മനോഹാരിതയാണ് ആ ഭാഗമൊക്കെ കാണാനായിട്ട്. ഈ സമയത്തൊന്നും മഴയില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നറ്റത്തുനിന്ന് ബോട്ടൊക്കെ വരണം നോക്കി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ബോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് ഓടിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ബോട്ടിൽ കയറി. ബോട്ടിങ്ങിലുള്ള വ്യൂകളാണ് ഇതൊക്കെ. ബോട്ടിൻ്റെ രണ്ട് സൈഡിലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്കിനി കാണാം. ഞങ്ങൾ ബോട്ടിൽ കയറിയതിൻ്റെ പിന്നാലേക്ക് മഴ തൂളി തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഏതാണ്ട് ബോട്ടിൽ കാല് കുത്താൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട് മഴ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലായ കാരണം കൊണ്ട് പിന്നെ മഴ നനയാണ് പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ചെറിയൊരു ചാറ്റൽ മഴയും ഇതൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൻ്റെ പുറത്തെ വ്യൂ ആണിത്. അടിപൊളി, സൂപ്പറാണ്, പൊള്ളിയാണ് കാണാനായിട്ട്. അങ്ങനെ ബോട്ടിങ്ങിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളവിടെ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. അവിടെ എൻട്രൻസ് ഫീ പറയണത് 10 രൂപയാണ്. ഞങ്ങളിവിടെ എക്കോ പോയിന്റിൽ എത്തിയപ്പോ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്കത് കാണാൻ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കാണാണ്. വെള്ളത്തിൻ്റെ അവിടം വരെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റുക. പിന്നെ ആ വെള്ളത്തിൽ എന്തോ ബോട്ടിങ് ചെറുതായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. 5 മണി വരെയാണ് അവിടെ സമയം. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സാഞ്ചോ ജസ്റ്റ് എക്കോ വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള തന്ത്രപ്പാടൊക്കെ നേരത്തെ വരണായിരുന്നു. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കൂടി കയറായിരുന്നു. ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാണ്ട് ആയില്ലേ. ഇവിടെ 5 മണി വരെ ഉള്ളു. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് ഓളിയിട്ട് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഇതാ അതുപോലെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് കയറി ചെറുവക തരത്തിലുള്ള ചെറിയൊരു തരത്തിലുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വലുതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.